نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ വെക്കേഷൻ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഉള്ള ഒരു സമയമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പരീക്ഷാ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ തുടർ പഠനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിലായി തീരാൻ നമ്മൾ ആദ്യത്തിലെ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ അധ്വാനിക്കുന്നത്, നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് നല്ല മനുഷ്യരുടെ, മുത്തഖീങ്ങളുടെ, ബുദ്ധിമാന്മാരുടെ ദുആയാണിത്. ഖുർആനിലുള്ളതാണ്. ഇതിൽ പറയുന്നത് ആ നല്ല മനുഷ്യർ ദുആ ചെയ്യുമെന്നാണ്. എന്താ ദുആ? റബ്ബനാ, ഞങ്ങളുടെ നാഥ, റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. ഭാര്യ ഭർത്താക്കന്മാർ ആണല്ലോ അസ്വാജ്. അപ്പൊ ഇണകളിൽ നിന്നും, വദുർരിയാതിന, മക്കളിൽ നിന്ന്, സന്തതികളിൽ നിന്നും നീ ഞങ്ങൾക്ക് തരണമേ ഖുറത അയുൻ, കണ്ണിന് കുളിർമ. കണ്ണിന് കുളിർമയുള്ള ഒരു ജീവിതം ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും തരണമേ എന്ന് ദുആ ചെയ്യുന്ന ആളുകളാണ് മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ. നമ്മളും അങ്ങനെ ദുആ ചെയ്യുന്നതാണ്, ദുആ ചെയ്യുകയും വേണം. പക്ഷെ ഇവിടെ പിന്നെ പറയുന്നത് വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേന്നാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യർ, അതാ മുത്തഖീങ്ങൾ. അവർക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന, അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരാക്കി തീർക്കണമേ എന്ന്. അപ്പൊ നമ്മൾ നന്നാവുകയും മറ്റുള്ളവർക്ക് നന്മയിൽ നേതൃത്വം നൽകാൻ കഴിയുകയും ചെയ്യണമെന്നത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ മക്കളും ഇണകളും അങ്ങനെ ആവണം എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇസ്ലാമിലെ ദുആ അമലുമായി ബന്ധപ്പെടുത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ദുആകളാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മയുണ്ടാവാൻ വേണ്ടി വെറും ദുആ ചെയ്യുക എന്നതല്ല, ആ ദുആയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം, അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം പൂർത്തിയാവാൻ ആവശ്യമായ ദുന്യവിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ജോലി ചെയ്യണം, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം ഖൈറിനും ബർക്കത്തിനും വേണ്ടി. ജോലി ചെയ്യാതെ മടിയനായിരിക്കുകയും കുടുംബത്തിന് ഭക്ഷണം കിട്ടണമേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നത് അല്ല ഇസ്ലാമിന്റെ ദുആന്റെ രീതി. അമൽ ചെയ്യണം, ദുആ ചെയ്യണം.
അപ്പൊ ഇവിടെ നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും നമുക്ക് കണ്ണിന് കുളിർമയുള്ള എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ആനന്ദമുള്ള ജീവിതമുണ്ടാവണേ എന്ന് നമ്മൾ ദുആ ചെയ്യാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുത്തഖിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആനന്ദം മക്കളും ഇണകളും അതേപോലെ ആയി വരുമ്പോഴാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഇണ, ഭാര്യയോ ഭർത്താവോ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മക്കൾ, അത് കാണുമ്പോഴേ സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ കണ്ണിന് കുളിർമയുണ്ടാകും. അവരിൽ നിന്ന് അതിന് വിരുദ്ധമായ ഒരു ജീവിതം കാണുമ്പോഴേ മനസ്സ് വേദനിക്കുകയും ചെയ്യും. ഇത് ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു മകൻ അല്ലെ മകൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞു മകൻ അല്ലെങ്കിൽ മകൾ, ഇനി തുടർ പഠനമാണ്. ഈ തുടർ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന വിധത്തിൽ അവരെ വളർത്തണം. അതിനു പറ്റിയ സ്ഥാപനങ്ങളിൽ അവരെ ചേർക്കണം. അപ്പോൾ പഠനം എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഒന്ന് അറിവുണ്ടാവാൻ, മറ്റൊന്ന് ജോലി കിട്ടാൻ, പണമുണ്ടാവാൻ, അതൊക്കെയാണല്ലോ. അപ്പൊ ഇതില് ഈ ജോലി കിട്ടുക, പണമുണ്ടാവുക എന്നത് മാത്രം ലക്ഷ്യമാകുമ്പോഴേ അറിവും സംസ്കാരവും എന്നത് ഇല്ലാതെയാകും. വളരെ പേരുകെട്ട ഒരു സ്ഥാപനമാണ്, അവിടെ അഡ്മിഷൻ കിട്ടാനും പ്രയാസമാണ്. പക്ഷേ നമ്മൾ മെനക്കെട്ടെല്ലാം കൂടി അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ അന്വേഷിച്ചാൽ അറിയാം, അവിടെ ചേരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ദീനില്ലാതായി പോവുകയാണ്, സംസ്കാരമില്ലാതെ ആയിപ്പോവുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു പരിധിയുമില്ലാതെ ഇടപഴകുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയത്തിനാ ഖുർറത അയ്യുൻ എന്ന് രാവും പകലും പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾക്ക് മക്കളുടെ തുടർ പഠനത്തിന് എവിടെയെങ്കിലും ചേർത്തുന്നതോടുകൂടി അവർക്ക് വേദനയും ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മളത് വളരെ കരുതണം. മറ്റൊന്ന്, കുട്ടികളുടെ മേൽ നമുക്കൊരു കണ്ണുണ്ടാവണം. രക്ഷിതാക്കൾ സ്ഥാപനവും അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. കുട്ടികളുടെ കാര്യം അന്വേഷിക്കുകയും ചെയ്യണം. ഇൽമ് ഇസ്ലാമിന്റെ ഭാഷയിൽ, ഖുർആന്റെ ഭാഷയിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന എല്ലാ അറിവും ഇൽമാണ്. സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ നിന്ന് ഉലമാ ആണെന്ന്. ആലിം എന്നതിന്റെ ബഹുവചനമാണ് ഉലമാ, വിവരമുള്ളവർ, ജ്ഞാനമുള്ളവർ, പണ്ഡിതന്മാർ എന്നാണ് അർത്ഥം. ഈ ആയത്ത് പറഞ്ഞിടത്ത് എന്ത് ഇൽമാ പറഞ്ഞെന്നറിയാം? അതിനു മുമ്പ് പറഞ്ഞ അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നത് നീ കണ്ടില്ലേ? പിന്നെ പറയുന്നത് ആ വെള്ളം ഉപയോഗിച്ച് ചെടികളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കണ്ടില്ലേ? അപ്പൊ ഈ ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച്, പഴങ്ങളെക്കുറിച്ച്, ഭൂമിയിലെ നിറവ്യത്യാസങ്ങളെക്കുറിച്ച്, കന്നുകാലികളെക്കുറിച്ച്, നാൽക്കാലികളെക്കുറിച്ച്, മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞ ശേഷമാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ ഉലമാ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇൽമാണ്. ആകാശത്തെക്കുറിച്ച് പഠിക്കുന്നതും, മഴയെക്കുറിച്ച് പഠിക്കുന്നതും, പർവ്വതത്തെക്കുറിച്ച് പഠിക്കുന്നതും, കടലിനെക്കുറിച്ച് പഠിക്കുന്നതും, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നതും ഒക്കെ ഇൽമാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ കഴിവുകളെക്കുറിച്ച് അറിയാൻ ഇതൊക്കെ പഠിക്കണം. അപ്പൊ ഭൗതിക ശാസ്ത്ര പഠനങ്ങൾ, അത് മെഡിസിൻ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ലോ ആയാലും ഏത് നിയമങ്ങളാണെങ്കിലും അതൊക്കെ ഭൗതിക പഠനങ്ങൾ അല്ലാഹു തആല നമ്മോട് പഠിക്കാൻ ആവശ്യപ്പെട്ട തന്നെയാണ്. അതിനു പറ്റിയ കോഴ്സുകളിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടതുമാണ്, യാതൊരു സംശയവുമില്ല. സമുദായം എന്ന നിലക്കും നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ എന്താണ് ഈ പഠനം കൊണ്ട് ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും അവൻ ജീവിക്കുന്ന പ്രദേശത്തിനും എന്തുപകാരമുണ്ടാകുന്നു എന്നതാണ് നമ്മൾ ഈ കൂട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യം. മക്കളും സ്വത്തും മനുഷ്യൻ ഒരു അലങ്കാരമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അൽ മാലു, സ്വത്ത് ഒരു അലങ്കാരം തന്നെയാണ്. ജീവിക്കാൻ പണമുണ്ടായാൽ അതൊരാശ്വാസവുമാണ്. അതുപോലെ വൽ ബനൂൻ, മക്കളും, അല്ലെ, മക്കൾ നല്ല നിലക്കായിത്തീർന്ന മക്കള് നമുക്കതൊരു സന്തോഷമാണ്. അത് സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിന്റെ അലങ്കാരമാണ്. അത് പറഞ്ഞു നിർത്തിയില്ല ഖുർആൻ. അല്ലാഹു
മക്കളും സ്വത്തുമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ അലങ്കാരമാണ് എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞത് ഗൗരവമുള്ളതാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽപ്രവർത്തനങ്ങൾ. ബാഖിയാത്ത് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നത്, ബാക്കിയാവുന്നത്. അസ്വാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ. അപ്പൊ നല്ല നല്ല കർമ്മങ്ങൾ, അവശേഷിക്കുന്ന കർമ്മങ്ങൾ, നല്ല അമലുകൾ, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുത്ത് ഖൈറായിട്ടുള്ളത്, നല്ലത്. സവാബൻ, പ്രതിഫലം കിട്ടുന്നതിനും, ഖൈറുൻ അമല, ശുഭപ്രതീക്ഷക്കും അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ മക്കൾ അലങ്കാരമാണ്, സംശയമില്ല. സ്വത്തുക്കൾ അലങ്കാരമാണ്, സംശയമില്ല. പക്ഷെ അതിനേക്കാൾ വലുതാണ് അള്ളാന്റെ അടുത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള സ്വാലിഹായ അമലുകൾ എന്നാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സന്തുലിതമായ അവസ്ഥ. മക്കൾ അലങ്കാരമാണെന്നും മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമയുണ്ടാകണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന അള്ളാഹു തന്നെ പറയുന്നു. മക്കൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷണവുമാവുന്ന. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. ഇന്നമാ അംവാലുക്കും, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കൾ, വ ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, ഫിത്നത്തുൻ, അതൊരു പരീക്ഷണമാണ്. പരീക്ഷണം, ഒരുപാട് പരീക്ഷണമുണ്ട്. ഇപ്പൊ ആളുകൾക്ക് ദാരിദ്ര്യം ഒരു പരീക്ഷണമാണ്, സമ്പത്ത് വേറൊരു പരീക്ഷണമാണ്, ആരോഗ്യം പരീക്ഷണമാണ്, രോഗം പരീക്ഷണമാണ്. ഇതുപോലെ മക്കളും സ്വത്തുക്കളും പരീക്ഷണമാണ്. അപ്പൊ സ്വത്തുണ്ടായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, സ്വത്തില്ലാതായപ്പോൾ എന്ത് ചെയ്തു, മക്കൾ നന്നായിത്തീരാൻ നമ്മൾ എന്ത് ചെയ്തു, മക്കളുടെ കാര്യത്തിൽ എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്തു വെച്ചു, അതൊരു പരീക്ഷണമാണ്. അപ്പൊ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്ന്. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും നമ്മൾ വിചാരിച്ച മാതിരി ആയിക്കൊള്ളണമെന്നില്ല, അതും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞിട്ട് മോൻ കേൾക്കുന്നില്ല, മോള് കേൾക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാ, അതുണ്ട്. അങ്ങനെ ഒരു വസ്തുതയുണ്ട്. എന്നാലും നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പറയേണ്ടതും ചെയ്തു പറഞ്ഞു എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കണം. ബാക്കി അലല്ലാ, ബാക്കി പടച്ചവനിലേക്ക് വിടുകയും അവനും അവന്റെ ആഖിറവും ആയിക്കോട്ടെ, അവളും അവളുടെ ആഖിറവും ആയിക്കോട്ടെ എന്ന് വെക്കാനേ നിവൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോ അല്ലാഹു തആല നൽകിയ സ്വത്ത്, അല്ലാഹു നൽകിയ മക്കള്, അല്ലാഹു നൽകിയ ഇണകള്, ഇതൊക്കെ അല്ലാഹുവിന് തൃപ്തിപ്പെട്ട വിധത്തിൽ ആയിത്തീരുന്നതിന് വേണ്ടി നമ്മളുടെ ശ്രമമുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, നമ്മള് ഇൽമുണ്ടാവുന്നതിന്റെ മെച്ചമാണ്. ഇൽമുണ്ടാവുന്നത് മെച്ചം. ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാണോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ വേണ്ട വിധം ആലോചിച്ച് മനസ്സിലാക്കുക എന്നാണ്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാണോ എന്ന ചോദ്യത്തിന്റെ മറുപടി സമമല്ല എന്നാണ്. വിവരമുള്ളവർ വിവരമുള്ളവരെ പോലെ ജീവിക്കണം, വിവരമുള്ളവർ വിവരമുള്ളവരെ പോലെ സംസാരിക്കണം, വിവരമുള്ളവർ വിവരമുള്ളവരെ പോലെ ഇടപഴകണം. അപ്പൊ വിവരത്തിന്, വിജ്ഞാനത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. നമ്മോട് ദുആ ചെയ്യാൻ ഇപ്പൊ ഖുർആനിൽ ഒരു ദുആ ഉണ്ട്, ഖുൽ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ നീ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ. ഈ ഇൽമെന്ന് പറയുന്നത് വ്യക്തിക്കും സമൂഹത്തിനും നാടിനും മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന എല്ലാം ഇൽമാണ്. അതുള്ള ആളുകളൊക്കെ ആലിമീങ്ങളുമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി നല്ല പൗരന്മാരാക്കി അവർക്കും നമുക്കും നാടിനും ഉപകാരപ്പെടുന്നവരായി വളർത്താൻ ശ്രമിക്കണം. കുട്ടികളുടെ തുടർ പഠനത്തിന് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. തുടർ പഠനം ആഗ്രഹിക്കുന്ന മക്കളോടും ചിലത് പറയാനുണ്ട്. SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു ഇരിക്കുന്ന കുട്ടികൾ
നിങ്ങൾ നിങ്ങളെ ഭാവിയെക്കുറിച്ച് ശരിക്കും ആലോചിക്കണം. എന്താവണം എന്നതിന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകണം. അതിലേറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് ഇസ്ലാമിക വിഷയങ്ങളും അറബി ഭാഷയും പഠിക്കുന്ന സ്ഥാപനങ്ങൾ. അത്തരം സ്ഥാപനങ്ങൾ കണ്ടെത്തി പഠിക്കുവാൻ ശ്രമിക്കുക എന്നത്. എല്ലാവരും അങ്ങനെയാവണമെന്നല്ല. അപ്പം നമ്മൾ ഒരു കുട്ടിയെ അതിന് വിടാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു വീട്ടിൽ അവൻ ഇസ്ലാം പഠിക്കട്ടെ, അവൻ അറബി ഭാഷ പഠിക്കട്ടെ. ഇപ്പോഴാണെങ്കിലോ അറബി ഭാഷയും ഇസ്ലാമിക വിഷയങ്ങളും പഠിക്കുന്നത് സർക്കാർ അംഗീകരിച്ച യൂണിവേഴ്സിറ്റി സിലബസ് ഉള്ള സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡിഗ്രിയും PGയും PhDയും ലഭിക്കുന്ന കോഴ്സാണ്. അതുകൊണ്ട് ജോലി ലഭിക്കില്ല എന്ന ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ BA അഫ്ദലുൽ ഉലമ കോഴ്സ് കഴിഞ്ഞു വിചാരിക്കുക. ആ കുട്ടിക്ക് എനി ഡിഗ്രി എന്ന് പറയുന്ന ഏത് ഡിഗ്രിക്കും ചേരാം. ആ ഡിഗ്രി കൊണ്ടുള്ള ജോലിക്കും ഉപരിപഠനത്തിനും സാധിക്കും. അപ്പൊ നമ്മൾ നിയ്യത്താക്കണം, എന്റെ മകനെ മകളെ ഒരാളെയെങ്കിലും ഞാൻ ഇസ്ലാമിക പാഠശാലയിൽ അയച്ച് അവരെ ദീനുള്ള ആളുകളാക്കുകയും ദീനി പ്രചാരകരാക്കുകയും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മക്കളും ആഗ്രഹിക്കണം. ആരും വെറുതെ ഇരിക്കുന്നില്ല. അതാണ് മറ്റൊന്ന്. എന്തെല്ലാം കോഴ്സുകൾക്ക് കുട്ടികൾ പഠിച്ചിട്ട് ഒരു വരുമാനവുമില്ല, ഒരു ജോലിയുമില്ല, അങ്ങനത്തെ അവസ്ഥയുണ്ട്. പക്ഷെ അറബി ഭാഷയും ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഇസ്ലാമിക പഠനങ്ങളും എല്ലാം കൂടി പഠിക്കുന്ന ആളുകൾക്ക് നല്ല തൊഴിലും നാട്ടിലും വിദേശത്തും ലഭിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ ഫാസ് അക്കാദമി എന്ന പേരിൽ വലിയ ഉന്നത ലക്ഷ്യങ്ങളോടുകൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ജൂൺ മാസത്തിൽ അവിടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യും. അവിടെ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെയും ഇനി അവിടെ ചേരാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിലും 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കൾ, 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളുടെയും രക്ഷിതാക്കളുടെയും ഒരു മീറ്റിംഗ് ഫാസ് അക്കാദമി കെട്ടിടത്തിൽ മറ്റന്നാൾ 12ാം തീയതി രാവിലെ 10 മണിക്ക് ചേരുന്നുണ്ട്. ഒരു 9:30 എത്തിയാൽ രജിസ്റ്റർ ചെയ്ത് 10 മണിക്ക് നമുക്ക് ആ മീറ്റിംഗ് തുടങ്ങാം. അതിൽ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാകും, രക്ഷിതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഒക്കെ ഈ 12ാം തീയതി ഞായറാഴ്ച രാവിലെ ഈ ഫാസ് അക്കാദമി കെട്ടിടം കോട്ടപ്പുറം ആശുപത്രിയുടെ മുമ്പിൽ ആ ടിപ് ടോപ്പ് ടോപ്പിക്കാനയുടെ പുറകിലുള്ള പഴയ ഐഡിയൽ കോളേജുള്ള ആ കെട്ടിടമാണ് റിനോവേറ്റ് ചെയ്ത് നന്നാക്കി നല്ല ഒരു സ്ഥാപനമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുന്നത് നന്നാകും. നിങ്ങളുടെ മക്കളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ കൊണ്ടുവരുന്നത് നന്നാവും. അവിടെ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചേരാം, താല്പര്യമില്ലെങ്കിൽ ചേരാതിരിക്കുകയും ചെയ്യാം. ഏതായാലും നമ്മുടെ പള്ളി ആരംഭിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അവിടെ ഒരു കോഴ്സിന് 20 കുട്ടികളെയാണ് എടുക്കുക. അത് റെസിഡൻഷ്യൽ കോഴ്സായിരിക്കും. എന്നാൽ അവിടെ താമസിച്ച് പഠിക്കണം. അത് കോമേഴ്സ് ആയിരിക്കും അവിടുത്തെ ജനറൽ വിഷയം. ഇപ്പം 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, അതിൽ BCom ഫസ്റ്റ് ഇയർ, സെക്കൻഡ്, ഇതിനൊക്കെ തന്നെ ഇപ്പം നമ്മൾ 11ാം ക്ലാസ്സാണ് ആരംഭിക്കുക. +1 കോമേഴ്സാണ് മെയിൻ വിഷയം. പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ്, അറബിക്, ഇംഗ്ലീഷ്, മറ്റെല്ലാ ഭാഷകളും കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അവരെ പഠിപ്പിച്ചെടുക്കും. അപ്പം അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ പങ്കെടുക്കണം എന്ന് അറിയിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന വലിയ ഒരു സേവനം അതായിരിക്കും. കാരണം ഇതൊക്കെ നിലനിൽക്കണ്ടേ? ദീൻ നിലനിൽക്കണം, ദീനീ പ്രവർത്തനം നിലനിൽക്കണം. അങ്ങനെ പഠിച്ചു വന്ന കുട്ടി ഇപ്പൊ BCom കഴിയുമ്പോഴേക്ക് കുറെ സൂറത്തുകൾ മനഃപ്പാഠമാക്കും, കുറെ ഹദീസുകൾ മനഃപ്പാഠമാക്കും. അവന് ഒരു പള്ളി മെമ്പറിൽ നിന്ന് ജുമാ ഖുത്ബ പറയാനും പള്ളിയിൽ ഇമാമത്ത് നിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയിലെത്തും. അവൻ ജോലി എന്ത് ചെയ്താലും ശരി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മൾ മഴയ്ക്ക് വേണ്ടി പലതവണ പ്രാർത്ഥന നടത്തിയിരുന്നു. കുറച്ചൊക്കെ മഴ പെയ്യുകയും ചെയ്തു. നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ച് തരണമേ. അല്ലാഹുമ്മ അഗീസ്നാ, അല്ലാഹുമ്മ അഗീസ്നാ, അല്ലാഹുമ്മ അഗീസ്നാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ യാ റബ്ബൽ ആലമീൻ. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ അസുഖമായി കിടക്കുന്ന ആളുകളുടെ അസുഖം നീ സുഖപ്പെടുത്തി തരണമേ. ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ.
ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ, ലോക സമാധാനം എല്ലാവർക്കും അനുഭവിക്കാനുള്ള തൗഫീക്ക് നൽകി നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.